നിജസ്ഥിതി എന്താണെന്ന് പരിശോധിച്ചാലേ വിഷയം മനസ്സിലാവുള്ളൂ. ഉൽപ്പത്തി പുസ്തകത്തിലെ 6-ാം അധ്യായത്തിലെ 6-ാമത്തെ വചനത്തിൽ യഹോവയെ കുറിച്ച് പറയാം. ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് ദുഃഖിച്ചു. ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് ദുഃഖിച്ചു. അത് അവന്റെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തി. ഈ വിശേഷണം ഒരിക്കലും അല്ലാഹുവുമായി യോജിക്കുകയില്ല. ദുഃഖിക്കുന്ന ദൈവം, അതുപോലെ സങ്കടപ്പെടുന്ന ദൈവം, ഹൃദയം നൊമ്പരപ്പെടുന്ന ദൈവം, ഇത് ഇസ്ലാമിന് പരിചയമുള്ള അല്ലാഹുവല്ല. ഇസ്ലാം പരിചയപ്പെടുത്തുന്ന അല്ലാഹു എല്ലാ മുൻധാരണയോടുകൂടി സൃഷ്ടിച്ചു വെച്ച, എല്ലാം അറിയുന്ന സർവശക്തനായ രക്ഷിതാവിനെയാണ് ഇസ്ലാം അല്ലാഹു എന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാതെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദുഃഖിക്കുന്ന ഒരു ദൈവത്തെ ഇസ്ലാം ഒരിക്കലും പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഈ ഉറപ്പല്ലേ, യഹോവയും അല്ലാഹുവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല നിലക്കാണെങ്കിൽ യഹോവക്ക് കൽപ്പിച്ചു നൽകിയിട്ടുള്ള ഗുണവിശേഷണങ്ങൾ ഒരിക്കലും അല്ലാഹുവുമായി യോജിക്കുകയില്ല. അതിൽ യാതൊരു സംശയമില്ല. ഇതിനിപ്പോ ഇത്രയും നേരം പ്രസംഗിക്കേണ്ട ആവശ്യമുണ്ട്. ഈ 2 ഉദ്ധരണി വായിച്ചാൽ പോരെ. ഇനി നിങ്ങൾ കേട്ടോളൂ. ദൈവത്തെ സൃഷ്ടിച്ചിട്ട് വൈകുന്നേരം വെയിലാറിയപ്പോഴേ, വെയിൽ കൊള്ളാനുള്ള ശക്തി ഇല്ലാഞ്ഞിട്ടാവണം, വെയിലാറിയിട്ട് ഈവനിങ് വാക്കിന് നടക്കാനിറങ്ങുന്ന ദൈവം, ബൈബിൾ പരിചയപ്പെടുത്തുന്ന ദൈവമാണ്. ഞാൻ വായിച്ചു തരാം. വെയിലാറിയപ്പോൾ തോട്ടത്തിലൂടെ കർത്താവായ ദൈവം നടക്കുന്ന ശബ്ദം അവർ കേട്ടു. അവർ എന്ന് പറഞ്ഞാൽ ആദമും ഹവ്വയും. ദൈവസന്നിധിയിൽ നിന്ന് അകന്ന് മനുഷ്യനും ഭാര്യയും തോട്ടത്തിലെ വൃക്ഷങ്ങൾക്കിടയിൽ പോയി ഒളിച്ചു. എന്നാൽ കർത്താവായ ദൈവം മനുഷ്യനെ വിളിച്ച്, നീ എവിടെയാണ് എന്ന് ചോദിക്കുന്നു. മനുഷ്യനെവിടെ ഒളിച്ചിരിക്കണമെന്ന് പോലും അറിയാത്ത ദൈവം. ഈ ദൈവവും അല്ലാഹുവുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ മുസ്ലിങ്ങൾ അംഗീകരിക്കോ? ഈ യഹോവയാണ് അല്ലാഹ്. ഇനിയിപ്പോ നിങ്ങൾ സമ്മതിച്ചെന്ന്, ഈ യഹോവയാണ് അല്ലാഹുവും സമ്മതിച്ചെന്ന് എന്നാൽ ഞങ്ങൾ അംഗീകരിക്കും. ഇതൊക്കെ അംഗീകരിക്കാൻ എന്നാൽ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന അല്ലാഹു, വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. നിശ്ചയമായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു, അവന്റെ മനസ്സുകളിൽ മന്ത്രിക്കുന്നത് എന്ത് എന്ന് പോലും അറിയുന്ന സൃഷ്ടാവിനെയാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു എന്ന് വിളിച്ചിട്ടുള്ളത്. അല്ലാതെ തോട്ടത്തിൽ ഒളിച്ചിരിക്കുന്ന മനുഷ്യനെ പോലും കാണാൻ കഴിയാത്ത ദൈവത്തിനെ അല്ലാഹു എന്ന് പരിചയപ്പെടുത്തിയാൽ അത് അംഗീകരിക്കാൻ മുസ്ലിങ്ങൾ, ഇനിയിപ്പോ നിങ്ങൾ ഇവിടെ സമ്മതിച്ചാൽ തന്നെ ഞങ്ങൾ അംഗീകരിക്കോ? ഇതൊരിക്കലും ഉണ്ടാവില്ലല്ലോ. ഇനി നിങ്ങൾ കേട്ടോളൂ. ഇതുപോലെ എത്രയോ ഉദ്ധരണികൾ ഈ വിഷയത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. മാത്രമല്ല, 1 സാമുവേലിൽ 15-ാം അധ്യായത്തിലെ 10-ാമത്തെ വചനം, ഇതിൽ ശൗലിനെ രാജാവാക്കിയതിൽ പോലും ദൈവമാകെ ദുഃഖിക്കുകയാണ്. അവന്റെ അതിക്രമങ്ങൾ കണ്ടിട്ടെ, ആ ശൗലി ചെയ്ത അതിക്രമങ്ങൾ കണ്ടിട്ട് ശൗലിനെ നശിപ്പിക്കാൻ കഴിയാത്ത ദൈവം, ശൗൽ എന്ത് ചെയ്യുമെന്നറിയാത്ത ദൈവം. എന്നാൽ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന അല്ലാഹു ഭാവി മുഴുവൻ അറിയുന്ന റബ്ബാണ്. ഭാവി മുഴുവൻ അറിയുന്ന രക്ഷിതാവിനെയാണ് ഇസ്ലാം അല്ലാഹു എന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നിങ്ങൾ അംഗീകരിച്ചാൽ തന്നെ ഇനി ബൈബിളിലെ യഹോവയാണ് അല്ലാഹു എന്ന് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ പിന്നാലെ വന്നാലും ഞങ്ങൾ അംഗീകരിക്കില്ല. ഇത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാവും. അതുകൊണ്ട് തന്നെ ആ നിലക്കതിനെ മനസ്സിലാക്കിയാൽ മതി. മാത്രമല്ല, നീ യഹോവയുടെ കാരുണ്യം അവിടെ അത് ഇൻഷാ അല്ലാഹ് വിഷയമായിട്ട് വരുന്നുണ്ട്. ബൈബിൾ പരിചയപ്പെടുത്തുന്ന യഹോവയുടെ കാരുണ്യം എന്താണ്? യഹോവ ചെയ്യുന്ന പണി എന്താ? ഞാൻ വായിച്ചു തരാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് പറയണം. ഇവിടെ വായിച്ചു പോയതുപോലെ ആ ഉദ്ധരണിയുടെ നമ്പർ മാത്രം വായിച്ചിട്ട് പോകുന്ന പരിപാടി ഇവിടെയില്ല. നിങ്ങൾക്ക് പരിശോധിക്കാം. ബൈബിൾ ഉള്ളവരാണെങ്കിൽ കയ്യിലെടുത്ത് പരിശോധിച്ചോളൂ. ഉറപ്പിൽ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് വെറുതെ അങ്ങോട്ട് വായിച്ചു പോകുന്ന പരിപാടി നമുക്കില്ല. 1 സാമുവേലിന്റെ 15-ാം അധ്യായത്തിലെ 10-ാമത്തെ വചനത്തിലും അതുപോലെ തന്നെ സാമുവേലിന്റെ അധ്യായത്തിൽ പിന്നീട് ശാമുവേൽ ശൗലിനോട് പറഞ്ഞു, കർത്താവ് തന്റെ ജനമായ ഇസ്രായേലിന്റെ രാജാവായി നിന്നെ അഭിഷേകിക്കാൻ എന്നെ അയച്ചിരിക്കുന്നു. അതുകൊണ്ട് കർത്താവിന്റെ വാക്കുകൾ ചെവികൊള്ളുക. നീ കർത്താവിന്റെ വാക്കുകളാണ് കേട്ടോ, ശരിക്ക് കേട്ടോളൂ. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, ഈജിപ്തിൽ നിന്ന് വന്നിരുന്ന ഇസ്രായേലുകാരെ വഴിമധ്യത്തിൽ എതിർത്തതിന് അമാലേക്കിയരെ ഞാൻ ശിക്ഷിക്കും. അമാലേക്കിയർ ചെയ്ത തെറ്റെന്താണ്? ഇസ്രായേലുകാരെ ഒന്ന് വഴിയിൽ തടഞ്ഞു വെച്ചതാണ്. ഇനി ആ തെറ്റിനുള്ള ശിക്ഷ കേട്ടോളൂ.
ദൈവം പറയാൻ ഉടൻ പോയി അമാലേക്കിയരെ തകർക്കുക. ഒന്നാണ്. ഇനി രണ്ടാമത്തത്, അവർക്കുള്ളതെല്ലാം പാടെ നശിപ്പിക്കുക. രണ്ടാമത്തത്. മൂന്നാമത്തെ ശിക്ഷ എന്താണ്? ആരെയും ഒഴിവാക്കാൻ പാടില്ല. സ്ത്രീ പുരുഷന്മാരെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെയും പിന്നെയോ കാള, ഒട്ടകം, കഴുത എന്നിവരെയും കൊല്ലുക. ഇത് കേട്ട നമുക്ക് എന്താ വിചാരിക്കുക? അമേലാക്കിയരുടെ കൂട്ടത്തിൽ കാളയും ഒട്ടകയും കഴുതയും ഒക്കെ കൂടിയിട്ട് ഇസ്രായേലിയരെ തടഞ്ഞു. എന്തിന്? മുല കുടിക്കുന്ന കുഞ്ഞുങ്ങൾ അമേലാക്കിയരെ തടയാൻ വന്നിട്ടുണ്ടോ? എന്നിട്ട് ആ കുഞ്ഞുങ്ങളെ പോലും കൊല്ലാൻ പറയുന്ന യഹോവ ഒരിക്കലും പരമകാരുണികനായ അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങളുമായി യോജിക്കുന്ന ദൈവമല്ല എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളാം. അപ്പൊ ആ അള്ളാഹുവും അതുപോലെ ബൈബിളിൽ പരിചയപ്പെടുത്തുന്ന ഈ ഗുണവിശേഷണങ്ങളുള്ള യഹോവയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് യഥാർത്ഥത്തിൽ മിഷനറിമാർ ശരിക്കും മനസ്സിലാക്കിക്കൊള്ളുക, ശരിക്കും പഠിച്ചുകൊള്ളുക. പിന്നെ അടുത്ത് ഇപ്പൊ നിങ്ങളൊക്കെ ചിലപ്പോൾ ആൾക്കാർ മിഷനറിമാരെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഈ ചെറിയൊരു ചെങ്ങായി ഇവിടെ വന്നിട്ട് പ്രസംഗിക്കുന്നത്? ഞങ്ങൾ 2 മണിക്കൂർ പ്രസംഗിച്ചിട്ട് ഇതിന്റെ പ്രധാനപ്പെട്ട ആൾക്കാരൊന്നും കാണില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടാവും. മൂപ്പര് എന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഖുർആൻ പഠിച്ചത്, ഖുർആനിൽ ചില ആയത്തുകളെ കുറിച്ചിട്ട് ഞാൻ പഠിച്ചത് അറബി കോളേജ് വിദ്യാർത്ഥികളെടുത്താണ്, അറബി വിദ്യാർത്ഥികളെടുത്താണ്. ഇബ്നു കസീർ പറഞ്ഞതും അക്ബർ സാഹിബ് പറഞ്ഞതൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അറബി കോളേജ് വിദ്യാർത്ഥികളെടുന്ന് പഠിച്ചെന്ന് മൂപ്പര് ഇടക്കിടക്ക് പറയുന്നുണ്ട്. അപ്പൊ ഈ അറബി കോളേജ് വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഒരു അറബി കോളേജ് അധ്യാപകൻ പോലും അല്ല, അറബി കോളേജ് വിദ്യാർത്ഥിയാണ്. അതിന് മറുപടി പറയാന് വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ കൊണ്ടുവന്നാൽ ഇതിനൊക്കെ മറുപടി പറയാൻ ശരിക്കും മദ്രസയെ പഠിക്കുന്ന കുട്ടികൾ മതി. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ കുറിച്ച് മറുപടി അറിയിപ്പിക്കാൻ. അത്രമാത്രം പൊട്ടത്തരങ്ങളാണ് ഇവിടെ പറഞ്ഞത് യഥാർത്ഥത്തിൽ. അപ്പൊ അതിനൊക്കെ മറുപടി പറയാൻ വലിയ ആൾക്കാരൊന്നും വരേണ്ട ആവശ്യമില്ല. ശരിക്കും മിഷനറിമാർ മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾ ഇവിടെ പറഞ്ഞ ഓരോ പോയിന്റും, ഇവിടെ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളാ പറഞ്ഞ പോലെ ഒരാൾക്കൊരു സംശയം തോന്നില്ല. ശുദ്ധ ഖുർആനിൽ ആർക്കും അറിയാവുന്ന ആയത്തുകളെ കുറിച്ചിട്ടൊക്കെ ആ ആയത്തിന് അങ്ങനെ ഒരു അർത്ഥമില്ലാത്ത നിലയ്ക്ക് തന്നെ വ്യാഖ്യാനിക്കാം. ഇതിനൊക്കെ മറുപടി അറിയാൻ വലിയ വലിയ പണ്ഡിതന്മാര് വരാന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയതാണ്. അതിന് മാത്രമുള്ള പ്രശ്നമൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇവിടെ ഞങ്ങൾക്ക് ആ വിഷയത്തിൽ മറുപടി പറയാൻ അറബി കോളേജ് വിദ്യാർത്ഥിയായ 1ാം വർഷ വിദ്യാർത്ഥി തന്നെ മതി എന്ന് ശരിക്കും മനസ്സിലാക്കിക്കൊള്ളുക കേട്ടോ. അപ്പോ ആ നിലക്കൊന്നും അഹങ്കരിക്കേണ്ടതില്ല എന്ന് യഥാർത്ഥത്തിൽ ആ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പൊ ഇവിടെ അദ്ദേഹം പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ മുഴുവൻ പോയിന്റുകളാണ്, കംപ്ലീറ്റ് പോയിന്റ് 1, പോയിന്റ് 2 എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പരുടെ വിഷയം അവതരിപ്പിച്ചത്. ഈ പോയിന്റുകൾക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ പോയിന്റ് അനുസരിച്ച് അവതരിപ്പിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ കംപ്ലീറ്റ് അതിൽ കളവാണ്. നമ്മളിവിടെ വിഷയം അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കരുത്, കളവ് ഒന്ന് നാം പറയാം. അതിന്റെ ഇടയിൽ എണ്ണം തെറ്റിയാൽ നിങ്ങൾ എന്നെ ചീത്ത പറയരുത്, കാരണം കുറെ കളവുണ്ട്, അതൊക്കെ വിശദീകരിക്കാൻ കുറച്ച് സമയം പിടിക്കും. അത് നിങ്ങൾക്കിത് കേട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഒന്നാമതായിട്ട് അദ്ദേഹം ഇവിടെ ബൈബിളിന്റെ പേരിൽ തന്നെയാണ് കളവ് പറഞ്ഞത്, ശുദ്ധ ഖുർആൻ എന്നല്ല, കാരണം വിഷയം അതാണല്ലോ. ഒന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞു എലോഹിം എന്ന പദം ആവർത്തന പുസ്തകത്തിലെ 6ാം അധ്യായത്തിലെ 4ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുള്ള എലോഹിം എന്ന പദം, ആ പദം ബഹുവചനമാണ്. ശമ്മ ഇസ്രായേല അഡോണായി എലോഹിം അഡോണായി അഹദ്. ആ പദം ബഹുവചനമാണ്. ഇതിൽ സത്യമുണ്ട് കേട്ടോ, ഞാൻ ഈ കംപ്ലീറ്റ് കളവാണെന്നൊന്നും പറയണില്ല, അതിൽ കുറച്ച് സത്യമുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ ചെറിയ വാചകം ചേർക്കാനുണ്ടായിരുന്നു. എലോഹീം എന്ന പദം പൂജക ബഹുവചനമാണ്. ശരിക്കും പഠിച്ചോളൂ മിഷനറിമാർ, ബൈബിളെങ്കിലും പഠിച്ചിട്ടേ പ്രസംഗിക്കാൻ പാടുള്ളൂ. കുറച്ചൊക്കെ അതുപോലും പഠിക്കാതെ ഇവിടെ വന്ന് പ്രസംഗിച്ചാൽ പിന്നെ അതിനെന്താ പറയാ? അപ്പൊ ശമ്മ ഇസ്രായേല അഡോണ എലോഹീം, ആ വചനം ബഹുവചനമാണ്. പക്ഷെ അത് സാധാ ബഹുവചന ആണോ? അടുത്ത പ്രാവശ്യം നിങ്ങൾ മറുപടി പറയുന്നുണ്ടെങ്കിൽ പറയും, സാധാ ബഹുവചനത്തിനാണ് അത് പ്രയോഗിക്കുക, അത് പൂജക ബഹുവചനമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അതിന് ബൈബിളിലെ ഉദ്ധരണി തന്നെ ഞാൻ ഉദ്ധരിക്കാം. പുറപ്പാട് പുസ്തകത്തിലെ 7ാം അധ്യായത്തിലെ 1ാമത്തെ വചനത്തിൽ യഹോവ മോശയോട് അരുളി ചെയ്തത് എന്താണ്? നോക്കൂ, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു എന്ന് യഹോവ അരുളിപ്പാട് ചെയ്യുക.